ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. ഇന്നിപ്പോൾ രാവിലെ സമയം കറക്റ്റ് പറഞ്ഞാൽ 3:15, 3 മണിക്ക് പോകണമെന്ന് ചോദിച്ചു. 3:15 പുറത്തേക്ക് പോകണം. കോട്ടയം ഏറ്റുമാനൂർ ഭാഗത്തേക്കാണ് പോകുന്നത്, ഒരു ക്ഷേത്രത്തിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗണപതി ക്ഷേത്രം. അവിടെ നിന്ന് വലിയ വിശേഷമാണ്. ആ കാര്യങ്ങളും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. എന്തായാലും ഇപ്പോൾ രാവിലെ ഇറങ്ങുന്നു. രാവിലെ എന്ന് വെച്ചാൽ 1:30 മണിക്ക് എഴുന്നേറ്റാണ് കുളിച്ച് റെഡിയായി ഇറങ്ങാം. ഓക്കെ, അപ്പോൾ ക്ഷേത്രമായതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം. ഇറങ്ങട്ടെ. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായി. ഇത് കോട്ടയം ജില്ലയിലാണ്. ജലാധിവാസ ഗണപതി ഭഗവാന്റെ ക്ഷേത്രം. ഒരു ഗ്രാമപ്രദേശം, വളരെ പഴക്കമുള്ള പുരാതനമായ ക്ഷേത്രം. ഇന്ന് വിനായക ചതുർത്ഥിയാണ്. എല്ലാ മാസത്തെയും വിനായക ചതുർത്ഥി ദിവസമാണ് ഇവിടെ വിശേഷം. ഗണപതി ക്ഷേത്രം ഇതാണ് ചിറ, ഇവിടുത്തെ കുളം. ഇവിടുത്തെ വെള്ളമാണ് ധാരയായിട്ട് ഗണപതി ഭഗവാന്റെ വിഗ്രഹത്തിൽ ഒഴിക്കുന്നത്. 108 കുടം വെള്ളമാണ് ധാരയായിട്ട് ഒഴിക്കുന്നത്. എല്ലാവരും നട അടച്ചിപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഇനി വീണ്ടും തുറക്കും. എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടുകളിലൊന്നാണ് ഒറ്റയട. ഓക്കെ, പിന്നെ ഈ ചിറയ്ക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നതും ഒരു പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു നേർച്ച പോലെയാണ്. ചെരുപ്പിടാണ്ട് ചിറയ്ക്ക് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കും. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ഇപ്പോൾ ബാബു നമ്പൂതിരിയുടെ അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, എല്ലാവരും കൂടി ഇങ്ങനെ പ്രദർശനം. ഇത് അവരുടെ കുടുംബക്കാരുടെയാണ്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലേ. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫ്, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സ്, അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ, അവരുടെ ഒരു കസിൻസ് എല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അപ്പോൾ എല്ലാം കുടുംബത്തിലെ അംഗങ്ങളാണ് ഇവിടെ കൂടുതലും ഇപ്പം നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ, ഇന്ന് പ്രധാനപ്പെട്ട ദിവസമല്ലേ, അപ്പോൾ ചിറയുടെ ചുറ്റും ഇങ്ങനെ നമ്മൾ നടക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട എന്താ പറയുക, ഒരു വഴിപാട് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയാണിത്, ഒരു ചടങ്ങാണ്. അതായത് ജലത്തിൽ അധിവസിക്കുന്ന ഗണപതി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് പേര് തന്നെ ഈ ക്ഷേത്രത്തിന്. അപ്പോൾ ഈ ജലത്തിലാണ് അദ്ദേഹം അധിവസിക്കുന്നത്. ആഹാ, ചെറയുടെ നടുക്കായിട്ട്.
അത് ശരി, നടുക്കായിട്ട്. അപ്പം ഇവിടെ ഒരു യജ്ഞം നടന്നു എന്ന് പറയുന്ന സ്ഥലമാണല്ലോ, അവിടെ അത് കഴിഞ്ഞിട്ട് അവിടെ ജലം വന്ന് മൂടി തീ കത്തിക്കും. ആ, യജ്ഞം കഴിയുമ്പോൾ അത് അപ്പം മഴ പെയ്യും. അത് ഷുവറാണ്. ആണല്ലേ? ഓക്കെ. ആ മഴയത്ത് അങ്ങോട്ട് താന്നു പോയി. അങ്ങനെയാണ് ഈ ചതയാണ് ഉണ്ടായത്. ഓ, പിന്നെ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ അവിടെ കൈലാസനാഥന്റെ ഇരിപ്പിടമുണ്ട്. പ്രധാനമായിട്ടും ഗണപതി. അങ്ങനെ ഗണപതിയെ ഇവിടെ വഞ്ചിയിൽ വന്ന് ഇവിടെ നേദിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഇപ്പൊ അവിടെ ഇരിക്കുന്നയാളാണല്ലോ, അദ്ദേഹമാണ് ഈ ക്ഷേത്രം പണിത് അങ്ങോട്ട് ഇരുത്തിയത്. അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെച്ച് ഇവിടെ നോക്കുമ്പോൾ കാണാമല്ലോ, ചെറിയാണ് ഇവിടെ ഏറ്റവും വലുത് അല്ലേ? ആ ക്ഷേത്രം അതിന്റെ ഭാഗമായിട്ട് ഒരല്പം. കാര്യം ഗണപതി ഭഗവാൻ ഇവിടെയാണ് വസിക്കുന്നത് അല്ലേ? അദ്ദേഹത്തിന്റെ ചൈതന്യം ഉൾക്കൊണ്ട് ചെറിയ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒറ്റയട നേർന്നു കഴിഞ്ഞാൽ അത് നടന്നു കിട്ടും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കൃപ കൊണ്ട് ഒറ്റയട, അത് കാരണം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാട്. നിവേദ്യത്തിനായിട്ട് നട അടച്ചിരിക്കുമായിരുന്നു, ഇപ്പോൾ തുറന്നു. പൂജയ്ക്കായിട്ട് നട തുറന്നിട്ടുണ്ട്. ദീപാരാധന. മകന്റെ മകളല്ലേ അത്?
വളരെ ഭംഗിയായിട്ട് ദീപാരാധനയൊക്കെ തൊഴുതു. അതായത് രാവിലെ 108 കുടത്തിലെ അഭിഷേകം കഴിഞ്ഞിട്ട് ഗണപതി ഭവൻ, അത് കഴിഞ്ഞിട്ടുള്ള നട അടച്ച് നൈവേദ്യം കഴിഞ്ഞു. അത് നല്ലതായിട്ട് ഒരുക്കി മനോഹരമാക്കിയിട്ടാണ് പൂജ. ഇപ്പോൾ ദീപാരാധന സമയം ഞാൻ ചിറയുടെ ഭാഗത്ത് വന്നു. എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് ചെപ്പിനകത്താണ് എൻ്റെ ചന്ദനവും കുങ്കുമവും, ഭഗവാന്റെ കരിപ്രസാദം, കുങ്കുമം 3 ചെപ്പിലായിട്ട് തന്നിരിക്കും. ചന്ദനം, മുല്ലപ്പൂ, എല്ലാ കാര്യങ്ങളും ഉണ്ട് നേദിച്ചത്. ഇനി ഇടാം. ഓക്കെ. കരിപ്രസാദം വളരെ പ്രധാനമാണ് ഗണപതിക്ക്. എത്ര മനോഹരമായൊരു ക്ഷേത്രമാണെന്ന് നോക്കിയേ. ഓഹ്, വെരി സെറൈൻ. നമ്മളിങ്ങനെ അധികം കാണാറില്ലല്ലോ ഇത്തരം ക്ഷേത്രങ്ങൾ. ഒരു ചിറയും അതോടനുബന്ധിച്ച് ഭഗവാന്റെ ചൈതന്യമുള്ളൊരു ചിറ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് ആ ചൈതന്യം അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അത് കുറച്ചൊക്കെ അവിടെ. പിന്നെ തിരിച്ച് രാത്രിയും ഇവിടെ ചില പൂജകളൊക്കെ ഉണ്ട് തിരിച്ച് ഈ കുളത്തിലേക്ക്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഐതിഹ്യം കാര്യങ്ങളെല്ലാം നമുക്ക് ശ്രീ ബാബു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ തന്നെ മനസ്സിലാക്കാം. ഓക്കെ, ഇത് അവരുടെ കുടുംബക്ഷേത്രമാണ്. ഈ കുടുംബത്തിൻ്റേതാണ്. വളരെ ശക്തിയുള്ള ദൈവമാണ്. ഈ ചിറയിലാണ് ഈ ഗണപതി ഭഗവാൻ എൻ്റെ ചൈതന്യമുള്ളത്. അത് തന്നെ ഒരു ഭയങ്കര ഇതാണ്. ഇവിടെ ഈ കുളത്തിനെ കുറിച്ച് പറയുന്നത് ആ ഭാഗത്ത് ഏതാണ്ട് ആ വാഴ മടങ്ങി കിടക്കുന്ന ഭാഗത്ത്, ആ ഭാഗത്താണ് ഭഗവാന്റെ പ്രധാന സ്ഥലം എന്നാണ് പറയുന്നത്. അതായത് ആ ഭാഗത്ത് അവിടെ ഇങ്ങനെ ചെളി വാരാനും ഒന്നും ശ്രമിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ അന്നേരം മഴ പെയ്യും, ചിറ നിറയും. വറ്റിയിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ നോക്കിയാലും പറ്റില്ല. ഇത് ഉറവ് പറ്റാത്തൊരു ചിറ പോലെയാണ്. ഇന്ന് പ്രധാന വിശേഷ ദിവസമാണ്, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്നത്. വിനായക ചതുർത്ഥി ദിവസമാണ്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് എല്ലാം പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ നല്ല വിശ്വാസത്തിൽ നമ്മളിവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. അതിനനുസരിച്ചിട്ടുള്ള നേർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് കൊണ്ടുപോകാം. നല്ല ഭഗവാനെ നേദിച്ച കാര്യങ്ങളാണ്. ഇവിടുത്തെ ഭഗവാന്റെ എല്ലാ പ്രസാദവും തരുകയാണ്. ഇതാണ് കൊച്ചു ശാന്തി അല്ലേ? കസിൻ്റെ മകനാണ്. ഇത് കുടുംബത്തിൻ്റെ ആണല്ലോ. അപ്പോൾ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. ആ, ഓ അത് ശരി. ഓക്കെ, ഒരു ട്വിൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ഓക്കെ, ട്വിൻ ബ്രദറാണ്. ഓക്കെ, ഓ സാറി. ആ, സോപാന സംഗീതം മോളുടെ ഒന്നും പറയാനില്ല. ഓക്കെ, ഗംഭീരം അല്ലേ? എന്താ പറയുക, ഭയങ്കര അനുഗ്രഹമുള്ള ആളാണ് ഭഗവാൻ. ഇത് മകളാണ്, ഇവിടുത്തെ ചെറുമോളാണ്. അതായത് ഈ ഫാമിലിയിലെ ഓപ്പോളാണ്. ഏറ്റവും ഓക്കെ, ഏറ്റവും മുതിർന്ന കാരണവരുടെ ഇളയ മകൻ്റെ മകളാണ്. മോളുടെ പേരെന്തായിരുന്നു? പൂർവജ. മോൾ എന്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ACC കൊച്ചിയിലാണ് പഠിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം സോപാന സംഗീതവും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അല്ലേ കർണാടക സംഗീതം. നല്ല ഗായികയാണ്, ഗംഭീരമായിരുന്നു കേട്ടോ. അതൊരു ഭയങ്കര ഫീലായിരുന്നു കേട്ടോ അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോഴേ. ആ നട തുറക്കുന്ന സമയം വരെ പറയാതിരിക്കാൻ വയ്യ. ഇത് 2 പൂജാരിമാർ, ഇത് ഇവരുടെ മേൽശാന്തിയുടെ കൂടെ 2 സഹായികളാണ്, അസിസ്റ്റൻസാണ്. ഇനി ഇവരൊക്കെയാണ് ഭാവിയിലെ അല്ലേ അമ്മ. ഓ, കുടുംബോളെ ഇഷ്ടമാണോ? ഓ ആണല്ലേ. ഓക്കെ, കുടുംബോള് ഉറങ്ങുന്ന സമയത്ത് അവിടുന്ന് മുങ്ങിയതാ ഞാൻ 3 മണിക്ക് ഇറങ്ങാനിരുന്ന ആളാണ്. അവനെ ഉണർന്നു, എന്നിട്ട് കരച്ചിലായി അമ്മ അമ്മ അമ്മ. അതുകൊണ്ട് എനിക്കൊരു 3:45 വരെ കൂടെ വീണ്ടും 45 മിനിറ്റ്സ് അവിടെ കിടക്കേണ്ടി വന്നു. ഓ എൻ്റെ അതാണ് ആളല്ലേ? ഓ മിടുക്കി. അപ്പം അത്രയും കാണുന്നുണ്ടെന്ന് അർത്ഥം. ഓ അപ്പം ഇഷ്ടമാണ്. ഓക്കെ, ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് അല്ലേ? സ്വന്തമായിട്ട് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങാം ഇനി കുറച്ച് കഴിയുമ്പോൾ. ഓ ശരി, എല്ലാ ദിവസവും വ്ളോഗ് കഴിഞ്ഞാൽ അറിയാം. ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഈ മോള് അത് 2 പേരും അതെ. ഇവിടെ ഇരുന്ന് പ്രസാദം കഴിച്ചേച്ച് പുറത്തോട്ട്. ഇത് അവല്, അടയുടെ ഉള്ളിലെ ഭാഗം. വാവ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ, ഗംഭീരം. ചേടാ ഗംഭീരം. നല്ല ഇതാണല്ലേ. അകത്ത് വരട്ടിയൊക്കെ വെച്ചേക്കുന്നത് ശർക്കരയും തേങ്ങ.
ഹൈജീനിക്കാണ്, പ്യുവർ ഹൈജീനിക്കാണ്. ഒരു സാധനം പ്ലാസ്റ്റിക് അങ്ങനെ ഇലയില് ഇടയ്ക്ക് ഇന്നല്ല മഴത്തണ്ട മുട്ടാതിരിക്കാൻ. ഓ പഴത്തണ്ട് വെക്കും അല്ലേ? ഓ ഓരോന്നിൻ്റെ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഇത് ഒറ്റ വലിയ ഇലയാണല്ലോ. അതെ അതെ, ആ ഗ്യാപ്പ് ഇട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെ, ടേസ്റ്റ് ആയിട്ടല്ല, മനസ്സിലായി. നമ്മളൊന്ന് വീട് വരെ പോവാനല്ലേ ചോദിച്ചാൽ. ഓക്കെ, അങ്ങോട്ട് കയറിയേച്ചു ഇല്ലത്ത്. ഇതാരാ ഇവിടെ കിട്ടിയോ? ഇതാണ് യദു പഴയടം. സന്തോഷം. യെസ്, അതായത് പഴയടം അദ്ദേഹത്തിൻ്റെ മൂന്നൻ നമ്പൂരി അദ്ദേഹത്തിന്റെ മകനാണ്. ഫേമസ് ആണ്, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും പാചകത്തിന്റെ അച്ഛന്റെ എല്ലാം കിട്ടിയിട്ടുണ്ട് മകന് ആ ഒരു കഴിവല്ല. സന്തോഷം. രാവിലെ ഞാൻ രാവിലെ തന്നെ വന്നു. ഇത് നിങ്ങൾ ബന്ധുക്കളാണോ ഈ ഫാമിലി? ഓക്കെ, ഒരു ഫാമിലി തന്നെയാണ് അല്ലേ? ഇല്ലങ്ങള് നാട്ടിലുള്ള ഒരു 40 ഇല്ലങ്ങള് ഒന്നിച്ചാണ്. ഓ അത് ശരി, മനസ്സിലായി. അത് സന്തോഷമായി കണ്ടപ്പോൾ. മൂത്ത കാരണവരാണ് അദ്ദേഹമാണ്, അദ്ദേഹത്തിൻ്റെ വൈഫാണിത്. സഹധർമ്മിണി ബാബു നമ്പൂതിരി എന്ന് പറയുന്നത് ജ്യേഷ്ഠൻ്റെ മകനാണ്, ചേട്ടൻ്റെ മകനാണ്. ഇതെല്ലാം ഒറ്റ ഫാമിലിയാണ്. ഇത് ആ ഓക്കെ. പിന്നെ നമ്മൾ കണ്ട ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെ മക്കള് കൊച്ചുമക്കള് എല്ലാവരുമാണ്. സോപാന സംഗീതം പാടിയത് മകളാണ്, ഇദ്ദേഹത്തിൻ്റെ മകളാണ്. അതെ അതെ അതെ. മോന് അകത്തുണ്ടായിരുന്നു പൂജിക്കാനായിട്ട്. ഇവിടെ വന്നേ, കൊച്ചു ശാന്തിയായിട്ട് അകത്തുണ്ടായിരുന്നു. ഇതാണ് മകൻ. 108 കുടത്തിൻ്റെ അഭിഷേകം ഫുള്ള് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. മോളിപ്പോൾ ഫുൾ ഫാമിലിയായി. ഓക്കെ ഓക്കെ. ഓഹോ, ഏതൊരു സാധനം എനിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഏതോ അത് കൊണ്ടുവന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ വീട്ടിലേക്ക് പോവാണ്, ഇല്ലത്തേക്ക്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് അപ്പോൾ വീട്ടിലെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, ദോശ, സാമ്പാർ, ചട്നി, പൊടി എല്ലാം ഉണ്ട്, പൊടി എല്ലാം ഉണ്ട്. ഗംഭീരം. അങ്ങനെ കാഞ്ഞിരക്കാട് മനയുടെ ഭഗവാന്റെ അടുത്തേക്കാണ് ഞാനിന്ന് വന്നത്. ഇവിടുത്തെ അതായത് വളരെ അപൂർവമാണ് ഇങ്ങനെ ഒരു ജലത്തിലുള്ള അല്ലേ ഗണപതി ഭഗവാൻ, ജലാധിവാസൻ, ജലത്തിൽ വസിക്കുന്ന ഭഗവാൻ. അപ്പോൾ അത് ഈ കുടുംബക്കാരുടെ കുലദൈവം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ കുടുംബത്തിൻ്റെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുടെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അദ്ദേഹത്തിനെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത്രയും പ്രസിദ്ധനായ ബാബു നമ്പൂതിരി സർ. അദ്ദേഹത്തിന് സിനിമകളെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ടാവും ആൾക്കാർ. ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഭയങ്കര നല്ലൊരു എന്താ പറയുക, മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് വന്നപ്പോൾ ഇവിടെ ആളുണ്ട്. ഇന്ന് ഈ ഉത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പ്രധാന ദിവസമാണ്, വിനായക ചതുർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണിപ്പോൾ. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാലേ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ കുടുംബക്ഷേത്രമാണ്, അപ്പോൾ പറഞ്ഞാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. കുഴപ്പമില്ല. ഇതിപ്പോൾ ജലാധിവാസ ഗണപതി ക്ഷേത്രവും ഒരു ദേവീക്ഷേത്രമുണ്ട്, ഒരല്പം അങ്ങോട്ട് മാറി, ഒരു 500 മീറ്റർ. അത് പ്രസന്നവദനയായ ദേവിയാണ്. ദേവിക്ക് ഏറ്റവും ഇഷ്ടം ലളിതാ സഹസ്രനാമ പാരായണം. അതാണ് ഏറ്റവും. അല്ല, ഇവിടുന്ന് ആ വഴിയെ അങ്ങനെ പോയിട്ട് ലെഫ്റ്റിലേക്ക്, ഇവിടെ കയറിയിട്ട് ലെഫ്റ്റിലേക്ക് പോയിട്ട് തറവാടിൻ്റെ അടുത്താണ് ഞങ്ങളുടെ തറവാട്. കാഞ്ഞിരക്കാട് തറവാട്, കാഞ്ഞിരക്കാട് തന്നെ, കാഞ്ഞിരക്കാട് മന, കാഞ്ഞിരക്കാട് പടിഞ്ഞാറേടവും കിഴക്കേടവും ഉണ്ട്. കാഞ്ഞിരക്കാട് തറവാട് രണ്ടായിട്ട് ഭാഗിച്ചപ്പോൾ ആദ്യത്തെ പടിഞ്ഞാറേടം തറവാട്, അപ്പുറത്ത് കിഴക്കേടം, ഒരു ഇടവഴിയുടെ അപ്പുറം ഇപ്പുറമുള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ആ കുടുംബക്കാരാണ് ഇവിടെ മുഴുവൻ, അവരുടെയാണ് ഈ ക്ഷേത്രം. അപ്പോൾ കുടുംബക്ഷേത്രം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു വശം മുഴുവൻ ജലാശയമാണ്. ഇപ്പൊ കണ്ടത് വേനൽക്കാലത്താണ് വന്നത്, അല്ലെങ്കിൽ നിറഞ്ഞു കിടക്കും. മാത്രം മുൻവശം ഇങ്ങോട്ട് കയറി കിടക്കും. നമ്മൾ കാല് ഇത് നനച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അതെ.
അതിപ്പോൾ അങ്ങനെ കണ്ടിട്ടുള്ള വേറൊരു ക്ഷേത്രം ഈ ഇതാണ് ഒരു ഉണ്ടല്ലോ ഞാൻ കുറേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്, റീൽസിലൊക്കെ കുറേ ഇങ്ങനെ ജലത്തിൽ ചവിട്ടി വള്ളത്തെ പോയി അങ്ങനെ ഉണ്ടായി അത് പക്ഷേ ഗണപതിയാണോ? അത് ഗണപതിയാണോ? ഗണപതിയല്ല, അല്ല അല്ല, അത് ശാസ്താവാണ്. ശാസ്താവാണ്. ഇത് ഞങ്ങളുടെ ഈ ജലാധിവാസ ഗണപതിയുടെ അപ്പുറത്തെ ഒരു ഉപദേവനുണ്ടല്ലോ, ശാസ്താവ്. ശാസ്താവ് അത് മറ്റേ ഇവിടുന്ന് വടക്ക് തിരൂരടുത്ത് അവിടെയും വർഷക്കാലത്ത് അവിടെ ഇറങ്ങി മുട്ടോളം വെള്ളത്തിൽ നടന്നു വേണം നമുക്ക് അവിടെ പോയി ദർശനം നടത്താൻ. ഞങ്ങൾ ഏതോ ഒരു കാലത്ത് അവിടുന്ന് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തതെന്ന് പറയുന്നു കാഞ്ഞിരക്കാട് കുടുംബം. കാരണം പണ്ട് ഇവിടെ ഒക്കെ കാടും ഭയങ്കര വനപ്രദേശമായിരുന്നു അവിടെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് ഭാഗത്ത് മുഴുവൻ ഈ ജലാശയത്തിൽ അധിവസിക്കുന്ന ഭഗവാൻ ഗണേശൻ എന്ന് പറഞ്ഞാൽ ആനയാണ്. അപ്പോൾ ആനയ്ക്ക് ഏറ്റവും തൃപ്തി വെള്ളത്തിൽ കിടന്ന് കളിക്കാനാണ്. നമ്മൾ ഇപ്പം ആസാമിൽ നിന്നും ബീഹാറിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ആന വെള്ളം കണ്ടാൽ എടുത്തിയാടും. ഇതിനകത്ത് പാപ്പാമ്മത്ത് എത്ര ശ്രമിച്ചാലും കയറി വരികയില്ല, അവർക്ക് തൃപ്തിയാവും. ഒരു 2, 3, 4 മണിക്കൂറൊക്കെ കിടന്ന് കഴിഞ്ഞിട്ട് അവർക്ക് മടുത്ത് കഴിയുമ്പോഴാണ് ഈ ആനയൊക്കെ തന്നെ കയറി വരിക. അവർ പറഞ്ഞിട്ടല്ല. അപ്പോൾ ചുരുക്കം ആനയ്ക്ക് ഏറ്റവും ഇഷ്ടം അതാണ് വെള്ളത്തിൽ. അപ്പോൾ ഈ ഭഗവാൻ, ഈ ഗണേശൻ, ജലാധിവാസനായ ഗണേശൻ ഇതിൻ്റെ അകത്ത് അധിവസിക്കുന്നു. അവിടുന്ന് വെള്ളത്തിലേക്ക് പൂജ ചെയ്യാൻ പറ്റുകയില്ല, അതുകൊണ്ട് പൂജാതി കാര്യങ്ങൾക്കാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഗണേശനെ ആവാഹിച്ച് ബിംബത്തേക്കിലാക്കി രാവിലത്തെ പൂജകൾ കഴിഞ്ഞിട്ട് പിന്നെ നടയടച്ച് വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞിട്ട് തിരിച്ച് ഉദ്വസിച്ച് തിരിച്ചു വിടുക, അങ്ങോട്ട് വിട്ടു, വീണ്ടും ജലത്തിലേക്ക് വിടുക. അപ്പോൾ ഒരു രാത്രി മുഴുവൻ ഒരു 12-13 മണിക്കൂർ വെള്ളത്തിലാണ്. വളരെ ഇദ്ദേഹത്തിന് വളരെ ഖുഷിയാണ്, സന്തുഷ്ടനാണ്, വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരുന്നത് രാവിലെ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറഞ്ഞാലും കേൾക്കുമെന്നാണ് പറയുന്നത്. നമുക്കതിന് ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് മധുര പലഹാരമാണല്ലോ. ആനകൾക്കെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും പതിവുള്ള മധുരത്തിലുള്ള ഈ വഴിപാടുകളെല്ലാം ഇവിടെയുണ്ട്. അതിന് പുറമെ ഒറ്റയട എന്ന് പറയുന്നത് ഒരു വലിയ ദൂഷണയിലല്ലേ, നാഴിയരിയുടെ ഉണക്കലരി അത് പൊടിച്ച് അത് നാഴിയരി അത് ഇങ്ങനെ പരത്തി അതിൻ്റെ അകത്ത് 1 നാളികേരവും 4 പലം ശർക്കരയും. 4 പലം എന്ന് പറഞ്ഞാൽ ഒരു 250-നും 300 ഗ്രാമിനും ഇടയ്ക്കുള്ള ഇതാണ്. അപ്പോൾ ശർക്കരയും ഇതും കൂടെ ഈ നാളികേരം ചിരകിയതും കൂടെ പാവ് കാച്ചിയാണ്. അതെ, അത് ഇതിൻ്റെ അകത്തിട്ടിട്ട് മടക്കി ആവിയിൽ വേവിക്കണം. കേടാകില്ല. കേടാകുകയെന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്ക് ഫ്രിഡ്ജ് വയ്ക്കാതൊക്കെ ഉപയോഗിക്കാം. അതുണ്ടാക്കുന്ന ഈ കുടുംബക്കാർ വേണം. അതിന് വേറെ ആൾ നിർത്തി ഉണ്ടാക്കിയ ഇഷ്ടമല്ല പുള്ളിക്ക്. ഈ കുടുംബക്കാർ വേണം. പണ്ടൊക്കെ കുടുംബത്തിലെ സ്ത്രീകൾ വേണമെന്നായിരുന്നു. അപ്പോൾ അത് ഒരു പ്രായശ്ചിത്തം ചെയ്ത് അങ്ങനെ നടക്കുകയില്ല ഇപ്പോഴത്തെ കാലത്ത്. ഒന്നാമത്തെ കുട്ടികളൊക്കെ പഠിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. മറ്റേ പ്രായമായ സ്ത്രീകൾ ഇവിടെ കാണുള്ളൂ. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടുപോകും പറ്റാതെ വന്നതുകൊണ്ട്. അപ്പോൾ എന്നാൽ കുടുംബത്തിലെ എല്ലാവരും കൂടെ ചേർന്ന് അപ്പം ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ എല്ലാവരും കൂടി ഒരു ഒത്തൊരുമ വരാൻ ഇതൊരു കാരണം കൂടെയാണല്ലോ. അപ്പോൾ അതാണ് ആ ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്ത് വലിയൊരു ഹാള് കൊണ്ടു, തിരക്കേണ്ടില്ലാത്തൊരു ഹാള്, അവിടെയാണ് ഈ സംഭവം എല്ലാം. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവിടെ അസംബിൾ ചെയ്ത് ഇതായിരുന്നു പരിപാടി. അതായത് ഈ വിനായക ചതുർത്ഥിക്ക് ആണ് ഇതുണ്ടാക്കുന്നത്? അല്ല, എല്ലാ മാസത്തിലും വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ കറുത്തപാവ് കറുത്തപാവ് കഴിഞ്ഞിട്ട് വരുന്ന ചതുർത്ഥി. ഓരോ മലയാള മാസത്തിലും 2 ചതുർത്ഥികളുണ്ട്. കറുത്തപാവ് കഴിയുമ്പോൾ വരുന്ന ചതുർത്ഥിക്കാണ് വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി എന്ന് പറയുക. അതാണ് ഇവിടുത്തെ വിശേഷം. അതാണ് വിശേഷം. ആ ദിവസം മാത്രമേ ഈ ഒറ്റയട ഉണ്ടാവുള്ളൂ. അല്ല, പറ്റില്ല. അത്രയും ഇതാണ്. പല ആളുകളും നാളെ ഒരു ഒറ്റയട കഴിക്കാവോ, മറ്റന്നാൾ കഴിക്കാവോ, അല്ലെങ്കിൽ മോളം ഇത് മാറി തീരുമാനിച്ചിരിക്കണമെന്ന്. അപ്പം നിങ്ങൾ നേർന്നോളൂ, കഴിച്ചു തരാം, പക്ഷെ ഇന്ന ദിവസം പറ്റും. അത് കാരണം അതിന്റെ ഡിമാൻഡാണ്. പക്ഷേ അല്ലേ, ഭയങ്കര ഡിമാൻഡ്. അതായത് അത് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേർച്ച നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടോ ഒരു പ്രാവശ്യത്തെ അട കഴിച്ചത് കൊണ്ടോ എന്തെങ്കിലും ഫലപ്രാപ്തി ഉണ്ടാവുമെന്നൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അതിനൊരു തുടർച്ച വേണം. അപ്പോൾ ഒരു ചുരുക്കം ഒരു 12 തുടർച്ചയായിട്ട് 12 ചതുർത്ഥിയിൽ ഞാൻ ഓരോ അട കഴിച്ചേക്കാം. ഒരു 250 രൂപയേ ഉള്ളൂ ഒരു അടയ്ക്ക്. അതിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യുക, നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എല്ലാ മാസവും വരണോ? അപ്പം നമ്മൾ വരാൻ പറ്റിയ ദിവസങ്ങളിലെല്ലാം വരിക, പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ അനുഭവങ്ങളുണ്ട് നമുക്ക്.
കുട്ടികളുണ്ടാവാത്ത ആളുകൾ ഓക്കെ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ആരോ പറഞ്ഞു കേട്ട് ഇവിടെ വന്ന് അങ്ങനെ ഉണ്ടായി. എന്നിട്ട് ഒരു 4-5 വർഷമായിട്ട് കുട്ടികളുണ്ടാവാതിരുന്നിട്ട് ഇവിടെ ഈ പറഞ്ഞ 12 അവരെ നിർത്തുന്നില്ല, കുട്ടികളെ ഉണ്ടായിട്ട് ഇനി നിർത്തുന്നുള്ളെന്ന് പറഞ്ഞിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഉണ്ടായി എന്നല്ല, അവർക്ക് 3 കുട്ടികൾ, 3 ആൺകുട്ടികൾ. എന്താ അപ്പോൾ അവർ ബാങ്ക് മാനേജറാണ് അദ്ദേഹം, ആ വൈഫും ബാങ്കിലാണ് ജോലി. അപ്പോൾ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, കുട്ടികളില്ല. അപ്പോൾ അത് അനപത്യ ദുഃഖം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അത് വലിയ ദുഃഖമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം എല്ലാം ചതുർത്ഥിക്ക് ഇവിടെ വരും. പക്ഷെ ഇന്ന് വരാൻ പറ്റിയില്ല, അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ആയി കോഴിക്കോട്ടേക്ക്. ഇതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പല പെണ്ണുങ്ങൾക്ക് ഒരു 10-25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അതൊരു അവരെ ഒറ്റ രീതിയിലല്ലേ ആളുകൾ കാണുന്നത്. അപ്പം അങ്ങനെയുള്ള കേസുകളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇതോ അല്ലെങ്കിൽ ഈ 108 കുടം ഇന്ന് കണ്ടില്ലേ, 108 കുടം അഭിഷേകം ഭഗവാൻ തീർച്ചയായിട്ടും നമുക്ക് നേരാൻ പറ്റും. നോവിനെ ചെയ്യാം. അപ്പൊ ഇന്ന് 2 ആളുകളുണ്ടായിരുന്നു, 2 ആളുടെ പ്രാർത്ഥന. അത് കഴിയുന്നവരെ അവിടെ നിൽക്കണം നമ്മൾ പ്രാർത്ഥനയോടുകൂടി. എന്നിട്ട് ഇതില്ലേ കർപ്പൂരം ആ വിളക്കിലിട്ട് കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഓരോ 10 കുടം അഭിഷേകം ചെയ്യുമ്പോഴും ഒരു നേദ്യം, അടുത്ത 10നും നേദ്യം കൊണ്ടുപോകണം. അതാണ് ചിട്ട. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർന്നു. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം അതിന് 10,000-3,500 രൂപയാവും ഒരു പ്രാവശ്യത്തെ. ഒരു പ്രാവശ്യം ഇത് 108 കുടം അഭിഷേകം നടത്തുന്നതിന് അഭിഷേകം. അത് ഇവിടുത്തെ മറ്റൊരു നേർച്ചയാണ്. അതും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ വിനായക ചതുർത്ഥി ഈ പറഞ്ഞ ദിവസം, വിനായക ചതുർത്ഥി എന്ന് പറയുന്നത് ചിങ്ങമാസത്തിലെ ചതുർത്ഥിയാണ്. മറ്റേത് ഈ എല്ലാ മാസവും വരുന്ന ഈ വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി. ആ ദിവസമാണ് ഈ നേർച്ചയെ നമുക്ക് ചെയ്യാൻ പറ്റൂ. കാരണം അതിനൊക്കെ ഭയങ്കര ബുക്കിംഗ് ആയിരിക്കുമല്ലോ എല്ലാ മാസത്തേക്കും. അടുത്ത മാസത്തേക്ക് ആയി ഫുള്ളാണ്. പിന്നെ ഒന്നിൽ കൂടുതൽ വന്നു കഴിയുമ്പോൾ സാറിന് ഒരെണ്ണേ നമ്മൾ എടുക്കാറുള്ളൂ, എല്ലാവരും ജോലിക്കാരൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇത്തവണ 2 ഉണ്ട്, അടുത്ത പ്രാവശ്യം 2 ഉണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് കലാകാരന്മാരാണ് വന്ന് ഇത് പറയുക. ഏറ്റുമാനൂർ അല്ല ഈ എറണാകുളത്തൊക്കെ ഭജനയ്ക്കൊക്കെ പോകുന്ന ഒരാൾ ഇന്ന് വരാമെന്ന് പറഞ്ഞതാ. അദ്ദേഹം കോഴിക്കോടായി, ജോലിക്കാരനാണ്, കോഴിക്കോടായി പോയി. ഞാൻ അടുത്ത പ്രാവശ്യം വന്നോളാം, എങ്ങനെയുള്ള അടുത്ത പ്രാവശ്യം തരണം എന്നൊക്കെ പറഞ്ഞ് ഒക്കെ തരാമെന്ന് പറയുന്നു. നമ്മൾ ഇത് ഈ ചെറിയ വെള്ളം തന്നെയാണ് അഭിഷേകത്തിന് ഇവിടുത്തെ വെള്ളം വേണം. മാത്രമല്ല വേറൊരു നിഷ്ഠ ജ്യോത്സ്യൻ രാശി വെച്ച് നോക്കിയിട്ട് പറഞ്ഞത് അവിടുത്തെ നിവേദ്യം പോലും ഉണ്ടാക്കാൻ ഈ വെള്ളം ഉപയോഗിക്കണം എന്നാണ്. പക്ഷെ നമ്മൾ അത് ചെയ്യാറില്ല. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഇത് നമുക്കത് ഉപയോഗിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോവാം നമ്മുടെ ഇവിടുത്തെ കിണറ്റിൽ നിന്നേ. അപ്പോൾ അത് വെച്ചാണ് പൂജാതി കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഈ അഭിഷേകം മാത്രം ആരും കുളിക്കാറില്ല ഇതിൽ, പക്ഷേ പായലും ഇങ്ങനെ കിടക്കുന്നതിനൊരു അതിപ്പം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു നീക്കമായിട്ട് കെട്ടാനായിട്ട് 32 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ഒരു 4-5 മാസത്തിനുള്ളിൽ ഇതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗണപതിയുടെ വലിയൊരു അതൊക്കെ ആഗ്രഹമാണ്. അത് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഗണപതി വേണം. ആ ഗണപതിക്ക് പ്രദർശനം വെക്കാനായിട്ടൊരു ഇതും കൂടെ ഉണ്ടാക്കിയാൽ നന്നായിരിക്കും. അതിപ്പോൾ സർക്കാരൊന്നും ചെയ്തു തരികയല്ല, ഭക്തന്മാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരോ ആണ് ചെയ്യേണ്ടത്. ഇതിന് പുറമെ ഒരു വഴിപാടും കൂടെ ഉണ്ട്, അത് വളരെ റെയറായിട്ടാണ് ചെയ്യുന്നത്. ഈ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, സാധാരണ ഗണപതി ഹോമം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം 8 ദ്രവ്യങ്ങളോടുകൂടി, പിന്നെ ഷോഡശദ്രവ്യ ഗണപതി ഹോമം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഇവിടെയുണ്ട് 16 കൂട്ടം ദ്രവ്യങ്ങൾ ഹോമിക്കുന്നത്. പൂജാതി കർമ്മങ്ങളെല്ലാം കൂട്ടി ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ സംഭവം. അതും അപൂർവം ചിലര് നേരാറുണ്ട്. നേർന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാതെ പറ്റുകയല്ല. എക്സ്പെൻസീവ് അല്ല, അതിനാണ്ട് 2000 രൂപയോ നമുക്ക് ഭയങ്കര ടാസ്ക്. അതിനൊരു ഇതൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇപ്പൊ ഒരു മേശാന്തിയേ ഉള്ളൂ ഇവിടെ. നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ കുട്ടികളാണ്. അതെ, ആ മേശാന്തി എന്ന് പറയുന്ന ആളും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഭഗവാനും ഭഗവതിക്കും ഏറ്റവും തൃപ്തി ഒരു വിളക്ക് വയ്ക്കാനേ പറ്റുള്ളൂ. ഒരു നേരം പൂജ മുടങ്ങിയാലും കുടുംബക്കാരെങ്കിലും വന്ന് ഒരു തിരി കത്തിച്ചാൽ സന്തോഷമാണ്, എല്ലാം മറക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെയുള്ള അനുഭവം അങ്ങനെയാണ് കേട്ടോ. ഈ ഹിസ്റ്ററി ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ കാടായിരുന്നു ഇവിടെ എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കാട്ടിൽ ഒരു യോഗിവര്യൻ വന്ന് തപസ്സനുഷ്ഠിക്കുകയും, തപസ്സെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന വന്ന് അനുഷ്ഠിക്കുകയും, അപ്പോൾ അദ്ദേഹം പൂജകൾ നടത്താറുണ്ട്.
ഒരു പ്രാവശ്യം പൂജകൾ നടത്തി. പൂജയുടെ ആരംഭത്തിലൊക്കെ ഗണപതി പ്രാർത്ഥനയുണ്ടല്ലോ. അതെ, ഒരു പൂജയ്ക്കാണ് ഗണപതി നേദ്യം ഉണ്ടല്ലോ. എല്ലാ സൽക്കാര്യങ്ങൾക്കും ഗണപതിക്ക് നമ്മൾ വെച്ചിട്ടല്ലേ ചെയ്യുക. അതെ, വിഘ്നേശ്വരനായതുകൊണ്ട് അങ്ങനെ ഗണപതി ഹോമം നടത്തിയെന്നും ആ ഹോമത്തിൻ്റെ അവസാനം ദേവീദേവം അതിന് സംപ്രീതരായിട്ട് എല്ലാ ദേവീദേവന്മാരും പ്രത്യക്ഷരായെന്നും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഈ ഹോമകുണ്ഡം ഒരു അതിശക്തമായൊരു മഴ കൊണ്ട് അവിടെ ഒരു ജലാശയമായിട്ട് മാറി. ആ ജലാശയമാണത്രേ കാണുന്നത്. ആ ജലാശയത്തിന്റെ ഇപ്പോഴത്തെ ഫോമാണിത്. അന്നത്തെ ഈ ഹോമകുണ്ഡം എന്ന് പറയുന്നത് ചെറിയൊരു ഇത്രയല്ലേ ഉള്ളൂ ഹോമം നടത്തുന്നത്. അത് ജലാശയമായി. പിന്നീട് അതിന് വൈപുല്യം സംഭവിച്ച് പിന്നെ രണ്ട് സൈഡും ഒക്കെ ഇടിഞ്ഞു. അങ്ങനെയൊക്കെ സംഭവിച്ച് വലിയ ജലാശയമായി. അതാണ്. ഉണ്ട് അവിടെ ഒരു ഇങ്ങനെ ഒരു ശരിയാണ്. അപ്പോൾ അവിടെ ഒരു ഗണപതി പ്രതിഷ്ഠയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ആളുകളെല്ലാം പറയുന്നത് കുട്ടികൾ അവിടെ പോയി കളിക്കരുത്, കുളിക്കരുത്. വെള്ളം കണ്ട ചാടുമല്ലോ കുട്ടികൾ. അപ്പോൾ ആ ചാടി നീന്തി കളിക്കാനൊക്കെ പോകുമ്പോൾ കുട്ടികളെ പേടിപ്പിക്കാനാണോ അല്ലയോ എന്നറിയില്ല. അതിൻ്റെ അകത്ത് കരിമുണ്ടൻ തേവരുണ്ട് എന്നാണ് പറയുക, പേടിപ്പിക്കാനായിട്ട്. കരി എന്ന് പറഞ്ഞ ആന, മുണ്ടൻ എന്ന് പറഞ്ഞാൽ ചെറുത്, അധികം പൊക്കമില്ലാതെ. അപ്പോൾ കുട്ടിയാനയുണ്ട്, കയറിപ്പൊക്കൂ എന്ന് പറയാറുണ്ട്. പക്ഷേ അത് അന്വർത്ഥമായി പോയി. കാരണം ഈ ഗണപതി, ഈ ഭഗവാൻ, ഈ കരിമുണ്ടൻ ദേവര് അധിവസിക്കുന്ന അതിൻ്റെ അകത്താണ്. അത് പിന്നെ പ്രശ്നം വെച്ചപ്പോൾ മനസ്സിലായി. അപ്പം അങ്ങനെയാണ് ഈ ആ യോഗീശ്വരനാണ് ഈ മറ്റേ ചമ്പ്രവട്ടത്തപ്പൻ്റെ പുറകുവശത്ത് ഇരിക്കുന്ന ഈ ബ്രഹ്മരക്ഷസ് എന്ന് പറയുന്നത്. അത് തറവാട്ടിൽ നിന്ന് വന്നാന്ന്, തറവാട്ടിൻ്റെ വൈഫിൻ്റെ തറവാട്ടിലാണ്. അതെ 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 അതെ, അദ്ദേഹമായിരുന്നു ആ യോഗീശ്വരൻ. ഇവരുടെ പഴയ തറവാട്. അതെ അതെ. അവിടുത്തെ ഇതുപോലുള്ളൊരു വളരെ പ്രസിദ്ധനായ യോഗി അദ്ദേഹം വന്ന് ഇവിടെ വന്ന് ചെയ്തിരുന്നത്. ആ പണ്ടത്തെ ഇവരുടെയൊക്കെ ഈ ദേശവഴിയാണ് എന്ന് പറഞ്ഞാൽ അവരുടെയാണ്. അപ്പം ഈ പ്രദേശം വെമ്പള്ളി എന്ന് പറയുന്ന പ്രദേശം, മോനിപ്പള്ളി എന്ന് പറയുന്ന പ്രദേശം, അവിടെയൊക്കെയുള്ള അമ്പലവും ആ പ്രദേശങ്ങളെല്ലാം ഇവരുടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും അതൊരു ഹിസ്റ്ററിയാണ്. ഏതായാലും അവിടുത്തെ ഒരാൾ ഇങ്ങനെയൊക്കെ പൂജാതി കാര്യങ്ങൾ കഴിച്ചിട്ട് ഇത് ഇങ്ങനെയായി. പിന്നെ ഇത് ഇങ്ങനെ പൂജ ഇവിടെ നടത്താൻ പറ്റുമല്ലോ എന്ന് വെച്ചാൽ അദ്ദേഹമാണ് ഇത് 2-3 കല്ലുകൾ കൂട്ടിവെച്ച് ഗണപതിയെ പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിയത്. പിന്നീട് കാലാന്തരത്തിൽ അതൊരു ചെറിയ ക്ഷേത്രമായി ഇടിഞ്ഞു പൊളിഞ്ഞ്, എനിക്ക് ഓർമ്മയുണ്ട്, വളരെ മോശമായ കണ്ടീഷനിലുള്ള ഇത് ഒരു 50 വർഷത്തെ ഓർമ്മയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴാണ് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോട് ഈ രീതിയിലാക്കി. അതെ അതെ. പക്ഷെ ഭയങ്കര ശക്തിയുള്ള അല്ലേ, വളരെ പവർഫുള്ളാണ്. കാരണം ഈ ആനയെ സംബന്ധിച്ച് മധുരമുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആന അത് മറക്കുകയെന്ന് പറയും. ഞങ്ങൾക്കൊരു ആനയുണ്ടായിരുന്നു. ആ ആനയുടെ പേര് ബിസ്ക്കറ്റ് ആന എന്നാണ്. ബാലകൃഷ്ണൻ എന്നാ പേര്. പക്ഷെ ആനയെ വിളിക്കുന്ന ബിസ്ക്കറ്റ് ആന എന്നാണ്. കാരണം ബിസ്ക്കറ്റ് കൊടുത്താൽ ആന ആർക്കെങ്കിലും കൊണ്ടുപോകാം, വിളിച്ചാൽ വരും. ഒരു ബിസ്ക്കറ്റ് ഇതിന് പിന്നെ നീട്ടിയാൽ മതി. അപ്പോൾ അതിന് സ്മെല്ല് കൊണ്ട് അറിയാം ബിസ്ക്കറ്റാണ്. നന്ദിയുണ്ട്. ഈ ഭഗവാനും അതുപോലെയാന്ന് പറയുന്നത്. മധുരം കൊടുത്തു കഴിഞ്ഞാൽ, വഴിപാടുകൾ നടത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് കഴിയാവുന്നതാണെങ്കിൽ സാധിച്ചു തരും. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇവിടെ പ്രാർത്ഥിക്കുക, വഴിപാടിന് പ്രാർത്ഥിക്കുക, സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക, യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്നും തൊഴുതുകൊണ്ടോ ഒരു പ്രാവശ്യം ഒരു ഗണപതി ഹോമം കഴിച്ചുകൊണ്ടോ നടത്തണമെന്നില്ല. അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകും നമ്മുടെ പ്രസൻസ് ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഈ ഹിസ്റ്ററി എഴുതി വയ്ക്കപ്പെട്ട ഒരു ഹിസ്റ്ററി ഉണ്ട്. പിന്നെ പ്രസിദ്ധനായ ഒരു ജ്യോത്സ്യനുണ്ട് ഗുരുവായൂർ, അദ്ദേഹത്തിൻ്റെ ജ്യോത്സ്യത്തിലും ഇത് കണ്ടതാണ്. ഈ കഥകൾ തന്നെ അദ്ദേഹം പറയുന്നത്. അപൂർവം ചില ആളുടെ പേരോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറി എന്നുള്ളതല്ലാതെ ബാക്കിയല്ല. അപ്പം അതിൻ്റെ ചുമതലകൾ മുഴുവൻ ഈ കുടുംബത്തിന് വന്നു വിട്ടു. ഇപ്പോൾ ചുരുക്കം ഇതിന് വേണ്ട രീതിയിൽ കൊണ്ടുപോകാനായിട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായി കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണം ഇവിടെ ഈശ്വരൻ സഹായിച്ച് എന്തെങ്കിലും നിവൃത്തിയുണ്ട് ഈ ദിവസം ഞാനിവിടെ എത്തും. ഭഗവാനെ കണ്ടിട്ട് പോകുള്ളൂ. വെളുപ്പാങ്കാലത്താണ് പോകുന്നത്. അവിടെ പോയി നടക്കപ്പോയി എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. എന്തായാലും വളരെ സന്തോഷം എനിക്ക് വരാൻ സാധിച്ചതും ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കാനും പറഞ്ഞു തന്നതിനും ഒക്കെ വളരെ താങ്ക് യു സോ മച്ച്. നന്ദിയൊന്നും പറയണ്ട, അത് വേണമല്ലോ. അല്ല അതല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇത് മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ കാരണം.
ഭക്തന്മാരുടെ ഒരു സാന്നിധ്യമാണ് അതെ ചൈതന്യം വർദ്ധിപ്പിക്കുക. കറക്റ്റ് അത്രയേ ഉള്ളൂ. വഴിപാട് കൊടുക്കൽ അതല്ല, ദാറ്റ്സ് അനദർ തിങ്. ഭക്തരുടെ പ്രസൻസ്, അവരുടെ പ്രാർത്ഥന, റബ്ബർ ഇങ്ങോട്ട് അതെ അതെ ഇല്ലേ? അതെ അതാണല്ലോ ഈ ഗുരുവായൂരൊക്കെ ഏറ്റവും അയ്യോ ആളുകൾ കൂടി പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് അവിടെ കൂടും കൂടും, അവിടെ ചൈതന്യം വർദ്ധിപ്പിക്കും. അതുപോലെ ആളുകൾ വരട്ടെ വരട്ടെ വരട്ടെ, ഒന്ന് പ്രാർത്ഥിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ഭഗവാൻ നടത്തി തരും. അതെ 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 അതെ. ഭാഗ്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി സർക്കാരിൻ്റെ ആ പരിപാടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഡോക്ടർ ലക്ഷ്മി പറഞ്ഞ മാതിരി നടുക്കൊരു ഗണപതി ഭഗവാന്റെ പ്രതിമയും അവിടെ വെച്ച് അദ്ദേഹത്തെ പ്രദക്ഷിണം വെക്കാനായിട്ടൊരു മാർഗവും ഒക്കെ ഈ ഉണ്ടാക്കാൻ ഗണപതി തന്നെ കാണട്ടെ അതിനുള്ള വഴി. അതെ കാര്യം ഇതിന് ചുറ്റും പ്രദർശനം വയ്ക്കുന്നതും ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അതായത് ജലാശയത്തിന് ചുറ്റും പ്രദർശനം വെച്ചാൽ പ്രദർശനം പൂർണ്ണമാകും. അങ്ങനെയാണ്, അല്ലാണ്ട് അമ്പലത്തിന് ചുറ്റും വെച്ചാൽ പോരാ. ഇതാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ ഒരു ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ അകത്തുകൂടി തന്നെ നമുക്ക് ചുറ്റാം അല്ലേ? ഈ ഒരു കുളത്തിന് ചുറ്റും ചിറയ്ക്ക് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കാം. അത് എത്രയും പെട്ടെന്ന് ഭഗവാൻ നടത്തി തരട്ടെ. നടത്തുന്ന സംശയമൊന്നുമില്ല. ഞാൻ മറ്റേ തിരൂരടുത്തൊരു ക്ഷേത്രം, അപ്പോൾ വെള്ളത്തിലൂടെ കടന്നിട്ട് ഞാനത് ഒരുപാട് റീൽസിലൊക്കെ കണ്ടു. അത് ചമ്രവട്ടം, അതാണ് ചമ്രവട്ടത്തിൽ ശാസ്താവാണ് അത്. അതെ, ഓ അതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിൽ വളരെ സന്തോഷം. ഒരുപാട് പേർക്ക് എൻ്റെ എന്താ പറയുക, നമ്മുടെ യൂട്യൂബിലെ ഫാമിലി മെമ്പേഴ്സിനെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഉറപ്പായിട്ടും ഇങ്ങനെ കാണാൻ സാധിച്ചു. എന്തായാലും ഈ ക്ഷേത്രത്തിൽ വരാൻ പറ്റി, അതോടൊപ്പം അദ്ദേഹത്തിനെ കാണാൻ പറ്റി, നേരിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും സ്നേഹം ഞാൻ ഇങ്ങോട്ട് വളരെ സന്തോഷം. പിന്നെ ഈ ക്ഷേത്രത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞതിന് എനിക്ക് പ്രത്യേകം തീർച്ചയായിട്ടും നന്ദിയുണ്ട്. പണ്ടെന്നോ ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് എന്നുള്ളതല്ലാതെ മറക്കാനാവാത്ത ഒരുപാട് ഇപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ. അത് ആ ക്രെഡിറ്റ് ഗോസ് ടു ദ ആക്ടർ ഓൾസോ. കാര്യം ക്യാരക്ടർ എഴുതുന്ന വ്യക്തിയും ഡയറക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിന് ജീവൻ കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ അതും കൂടെ ആണല്ലോ. മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ. എന്തായാലും സന്തോഷം. താങ്ക് യു.